ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. വട്ടപൂജ്യത്തിൽ നിന്നും രാജയോഗ സമാനമായ നേട്ടങ്ങളിലേക്ക് ഈ നക്ഷത്ര ജാതകർ കുതിക്കുവാൻ പോകുന്നു. പണം പല വഴിക്ക് നിങ്ങളുടെ കയ്യിലെത്തും. ജൂൺ മാസം 14 വരെ മലയാള മാസമായ ഇടവവും 15 മുതൽ മലയാള മാസമായ മിഥുനവുമാണ് വരുന്നത്. ആദിത്യൻ ഇടവം മിഥുനം രാശികളിലൂടെ സഞ്ചരിക്കുന്നു. രോഹിണി, മകയിരം, തിരുവാതിര എന്നീ മഴക്കാലത്തിൻ്റെ മാതംഗ ഭംഗികൾ നിറഞ്ഞതും കർഷക കേരളത്തിന് അവിഭാജ്യവുമായ 3 ഞാറ്റുവേലകൾ ജൂൺ മാസത്തിലെത്തുന്നുണ്ട്. ജൂൺ 10, 11 തീയതികളിലായി വെളുത്ത വാവും ജൂൺ 25 കറുത്ത വാവും ഭവിക്കുന്നു. ഗ്രീഷ്മ ഋതുവിൻ്റെ കാലമാണിത്. ചാന്ദ്രമാസങ്ങളിൽ ജ്യേഷ്ഠവും ആഷാഢവും ഭാഗികമായി ജൂണിൽ വരുന്നുണ്ട്. വ്യാഴം ഇപ്പോൾ മിഥുനം രാശിയിൽ മകയിരം നക്ഷത്രത്തിലാണ്. ജൂൺ 14 മുതൽ തിരുവാതിരയിൽ സഞ്ചരിക്കും. ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം നക്ഷത്രത്തിലുമാണ്. രാഹു കേതുക്കൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ആണെന്ന് ഓർമ്മിക്കാം. ചൊവ്വ ജൂൺ മാസം 7 കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കാണ് സഞ്ചരിക്കുക. ആയില്യത്തിൽ നിന്നും മകത്തിലേക്കും പകരുന്നതാണ്. ജൂൺ 6 ബുധൻ സ്വക്ഷേത്രമായ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കും. ജൂൺ 22 കർക്കിടകത്തിലേക്കും സംക്രമിക്കുന്നതാണ്. മകയിരം മുതൽ പൂയം വരെ നക്ഷത്രങ്ങളിൽ ഈ കാലയളവിൽ ബുധൻ നീങ്ങും. ജൂൺ മാസം 8 വരെ ബുധന് മൗഢ്യമുണ്ട്. മെയ് 31 മുതൽ ജൂൺ 29 വരെ ശുക്രൻ മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ 2025 ജൂൺ മാസത്തിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. ശുക്രൻ ഏറെക്കുറെ മാസം മുഴുവൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് ജീവിതാസക്തിക്കും ഭൗതികമായ നേട്ടങ്ങൾക്കും കാരണമാകും. ശനിയും വ്യാഴവും അനിഷ്ടത്തിൽ തുടരുകയാൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ചില വിനങ്ങളിൽ ശ്രദ്ധ കാണിക്കുന്നത് ഗുണകരമാകും. കടബാധ്യത വന്നു ചേരാം. ആ കാര്യത്തിലും കൂടുതൽ കരുതൽ ആവശ്യമായ മാസമാണ്. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ കാര്യങ്ങൾ നിസ്സാരമായി കാണരുത്. ശനി സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ രാഹുവിൻ്റെ അനുകൂലതയിൽ ഒട്ടാകെ പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ്. യാത്രകൾ കുറയ്ക്കുന്നതാണ് ഉത്തമം. ജൂൺ 14 ശേഷം ജോലിയിൽ മെച്ചവും സ്വാസ്ഥ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പഠനത്തിൽ മുന്നേറുവാനും സാധിക്കുന്നതാണ്. ജൂൺ 7 ശേഷം പഞ്ചമ ഭാവത്തിൽ കുജ കേതു യോഗം വരുന്നതിനാൽ അനാവശ്യമായ ആലോചനകൾക്കും മക്കളുടെ കാര്യങ്ങളിൽ മനക്ലേശത്തിനും ഇടയുണ്ട്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. കുറച്ചധികം സമാശ്വാസങ്ങളും കുറച്ചു സമ്മർദ്ദങ്ങളും വന്നു ചേരും. വ്യാഴം 3-ലാകിയാൽ തീരുമാനിച്ച കാര്യങ്ങൾ നന്നായി നിർവഹിക്കുവാൻ കഴിഞ്ഞേക്കില്ല. 12-ലെ ശനി പലപ്പോഴും ആലസ്യത്തിനും കർമ്മഭംഗത്തിനും കാരണമാകും. ചെലവ് കൂടുവാൻ ഇടയുണ്ട്. 5-ാം ഭാവത്തിലെ കുജകേതു യോഗം വേണ്ടാത്ത കാര്യങ്ങൾക്ക് പിടിവാശി കൂട്ടുന്നതാണ്. ഭാവന കാടുകയറും. ദൈവിക കാര്യങ്ങൾക്ക് തടസ്സം വരുവാനും സാധ്യതയുണ്ട്. മാസപ്പകുതിക്ക് ശേഷം ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി വന്നു ചേരും. തൊഴിലില്ലാത്ത ആളുകൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. രാഹുവിൻ്റെ സ്ഥിതിയിൽ രഹസ്യ വരുമാനം വന്നെത്തും. ശുക്രൻ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് പ്രണയപുഷ്ടി, സാമ്പത്തിക സൗഖ്യം, ഭോഗസിദ്ധി ഇവയ്ക്ക് കാരണമാകും. ജീവിതത്തോട് തോന്നിയിരുന്ന അനിഷ്ടങ്ങൾ ഇപ്പോൾ ഇഷ്ടമായി മാറുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. പരിഭവങ്ങളും പരാതികളും ഈ മാസം വളരെയധികം വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ ചില അവഗണനകൾ മനസ്സിനെ നീട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. എങ്കിലും ജീവിതത്തിൻ്റെ താളവും ഒഴുക്കും അപൂർവമായി തന്നെ തുടരും. കൂടിയാലോചനകളിൽ വ്യത്യസ്തമായ നിലപാടുകൾ ഈ മാസം സ്വീകരിക്കേണ്ടി വരും. വാക്കുകൾ പരുക്കനാകാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കേണ്ടതാണ്.
മേടരാശിക്കാർക്ക് രാഹുവും ഇടവരാശിക്കാർക്ക് ശനിയും ഹിതകാരികളാണ്. കീറ മുട്ടിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം തെളിഞ്ഞേക്കാം. സ്വാശ്രയ വ്യാപാരത്തിൽ നിന്നും മോശമല്ലാത്ത വരുമാനം വന്നു ചേരും. മേലധികാരിയുടെ അപ്രീതി ഉദ്യോഗസ്ഥരെ വളരെയധികം വിഷമിപ്പിക്കാം. വീട്ടമ്മമാർക്ക് നവീന ഗൃഹോപകരണങ്ങൾ ലഭിക്കും. അതിഥികളുടെ പ്രശംസാ വചനങ്ങൾ കേൾക്കുവാനും ഈ മാസം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. ജന്മത്തിലും രണ്ടാം ഭാവത്തിലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ ദേഹക്ലേശവും അലച്ചിലും ഉണ്ടാകും. ശുക്രൻ 12-ലും വ്യാഴം 2-ലും ബുധൻ രാശിയിലും സഞ്ചരിക്കുകയാൽ സാമ്പത്തിക ഉന്നതി, സാമൂഹികമായ അംഗീകാരം, തൊഴിലിൽ വളർച്ച എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉള്ളിലെ വികാര വിചാരങ്ങൾ എന്തായാലും അവയെ തേച്ചുമിനുക്കി അവതരിപ്പിക്കുവാൻ കഴിയുന്നതാണ്. സദസ്സുകളിൽ ബഹുമാനിക്കപ്പെടും. 11-ലെ ശനി പാരമ്പര്യ മഹിമകളാൽ അംഗീകാരത്തിനും ധന ഉന്നതിക്കും കാരണമാകുന്നതാണ്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തുടർ വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികളായ ആളുകൾക്ക് അവസരം ലഭിക്കുന്നതാണ്. ചൊവ്വയും കേതുവും 2-ാം ആഴ്ച മുതൽ 4-ാം ഇടത്തിൽ ഒത്തുചേരുകയാൽ വാഹനം വാങ്ങുന്നതിലും ഉപയോഗിക്കുന്നതിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹസൗഖ്യം അല്പം കുറയുവാനും ഇടയുണ്ട്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മാസത്തിൻ്റെ പകുതി വരെ വ്യാഴം ജന്മനക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആകയാൽ പലതരം സമ്മർദ്ദങ്ങൾ വന്നു ചേരും. ജൂൺ 8 മുതൽ മകയിരം ഞാറ്റുവേല തുടങ്ങുന്നതാണ്. ദേഹസ്വാസ്ഥ്യം കുറയും. ജൂൺ 7-ന് ശേഷം ജന്മനക്ഷത്രാധിപനായ ചൊവ്വയുടെ നീചം തുടരുകയാൽ ആത്മവിശ്വാസം ഉയരുന്നതാണ്. ന്യായമായ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ മടിയുണ്ടാകില്ല. മിഥുന രാശിക്കാർക്ക് പ്രബലന്മാരുടെ പിന്തുണ കിട്ടുന്നതാണ്. ഭൂമിയിൽ നിന്നും ധനവരവ് പ്രതീക്ഷിക്കാം. പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ ലഭിക്കുന്നതാണ്. ഇടവ രാശിക്കാർക്ക് ശനി കാര്യതടസ്സങ്ങളെല്ലാം ഒഴിവാക്കി ലക്ഷ്യം സമ്മാനിക്കും. മിഥുന രാശിക്കാർക്ക് ശനി രാഹുയോഗം തൊഴിലിൽ ആലസ്യം സമ്മാനിക്കുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. വ്യാഴം, ശനി, ആദിത്യൻ എന്നിവ അനുകൂലത്തിൽ അല്ലാത്തതിനാൽ വ്യക്തിപരമായും തൊഴിൽപരമായും പിരിമുറുക്കം ഉണ്ടാകുന്നതാണ്. ലഘുവായ നേട്ടങ്ങൾക്ക് കൂടുതൽ പ്രയത്നം നിങ്ങൾക്ക് ആവശ്യമായി വരും. സംഘടനകളിൽ മുന്നേറ്റം ഉണ്ടാക്കുവാനാകില്ല. ഉദ്യോഗസ്ഥർക്ക് മേലധികാരിയുടെ വിരോധമുണ്ടാകും. ബിസിനസ്സിൽ നിലവിലെ സ്റ്റോക്കുകൾ വിറ്റഴിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. തൽക്കാലം കൂടുതൽ പണം മുടക്കുന്നത് ഗുണകരമാകില്ല. ശുക്രൻ, ബുധൻ, ചൊവ്വ, കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് പിടിച്ചു നിൽക്കുവാൻ കരുത്ത് പകരുന്നതാണ്. തുടർ വിദ്യാഭ്യാസത്തിൽ ആഗ്രഹം നേടിക്കൊടുക്കുവാൻ സാധിക്കും. ശത്രുക്കളുടെ പ്രവർത്തനത്തെ അതിജീവിക്കുവാനും വ്യവഹാരത്തിൽ വിജയിക്കുവാനും സാധിക്കുന്നതാണ്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ ജീവിതത്തിൽ സ്വച്ഛന്തത വരും. കുടുംബ സമാധാനം സാമാന്യമായി തുടരുന്നതാണ്. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. തൊഴിൽ രംഗത്ത് പലതരം ആശങ്കകളുണ്ടാകും. പ്രായോഗികമായി ചില തടസ്സങ്ങൾ വരുന്നതാണ്. ലക്ഷ്യം നേടുവാനായി കൂടുതൽ അധ്വാനം ഈ മാസം ആവശ്യമായി വരും. സഹപ്രവർത്തകരുടെ ഉപദേശങ്ങൾ എല്ലാ രീതിയിലും ഗുണം ചെയ്യുന്നതാണ്. ഭൂമിയോ വീടോ വാങ്ങുക, വിൽക്കുക തുടങ്ങിയവയിൽ പുരോഗതി ദൃശ്യമാകും. കടം വാങ്ങിച്ച തുക കച്ചവടത്തിൽ നിക്ഷേപിക്കുന്നത് വിപരീത ഫലം സമ്മാനിക്കുന്നതാണ്. ചടുലമായ നീക്കങ്ങളെക്കാൾ ക്ഷമാപൂർവമായ കാത്തിരിപ്പാകും ഗുണകരമാകുക. രോഗങ്ങളാൽ വലയുന്ന ആളുകൾക്ക് തെല്ല് ആശ്വാസം ഭവിക്കുന്നതാണ്. സർക്കാരിൽ നിന്നുമുള്ള അനുമതി വൈകിയേക്കും. സഹോദരങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും. വില കൂടിയ ആടയാഭരണങ്ങൾ, സുഗന്ധലോപനങ്ങൾ തുടങ്ങിയവ വാങ്ങുവാനും സാധിക്കുന്നതാണ്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ ഗ്രഹാനുകൂല്യം അനുകൂലമല്ലാത്ത കാലമാണ്. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തൊഴിൽ രംഗത്ത് വളർച്ച പ്രതീക്ഷിക്കാം. വിപുലീകരണത്തിന് ഒരു രീതിയിലും മുതിരരുത്. നിലവിലെ സ്ഥിതി മുടക്കാതെ കൊണ്ടുപോയാൽ മാത്രം മതി. വാക്സ്ഥാനത്ത് ചൊവ്വ ശിഖിയോഗം വരികയാൽ സംഭാഷണം നിങ്ങളുടെ ശത്രുക്കളെ സമ്മാനിക്കുന്നതാണ്.
കുടുംബത്തിൽ സ്വൈര്യം കുറയും. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാനിടയുണ്ട്. ജോലി ഉപേക്ഷിച്ചാൽ പുതിയ ജോലി കിട്ടുവാൻ വളരെയധികം വിഷമിച്ചേക്കും. ചെലവ് ചെയ്യുന്നതിൽ വളരെയധികം മിതത്വം വേണ്ട സന്ദർഭമാണ്. വിദേശ യാത്രകൾക്ക് അവസരമുണ്ടാകും. നിങ്ങളുടെ പഠന താൽപ്പര്യങ്ങൾ ഒരു രീതിയിലും തടസ്സപ്പെടുകയില്ല. രാഹുവിൻ്റെ അഷ്ടമസ്ഥിതി വിഷാദ ചിന്തകൾ സമ്മാനിക്കുന്നതാണ്. സ്വന്തം കഴിവുകളിൽ വിശ്വാസം കുറയുകയും പരാജയഭീതി കൂടുകയും ചെയ്യുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ബുധൻ്റെ അനുകൂല സഞ്ചാരം ഗുണഫലങ്ങൾ സമ്മാനിക്കും. ജൂൺ പകുതി വരെ ആദിത്യൻ ലാഭഭാവത്തിൽ സഞ്ചരിക്കുന്നത് മൂലം വ്യാപാരത്തിൽ കരുനീക്കങ്ങൾ ഫലവത്താകും. ഔദ്യോഗികമായ ഗുണമുണ്ടാകുന്ന കാലമാണ്. എന്നാൽ രാഹുകേതുക്കളും ചൊവ്വയും പ്രതികൂലത്തിലാകുക കാരണം ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം. വാക്കും കർമ്മവും പൊരുത്തപ്പെടുവാൻ വിഷമിക്കുന്നതാണ്. കുടുംബ അംഗങ്ങളോടും സഹപ്രവർത്തകരോടും കയർക്കേണ്ട സന്ദർഭങ്ങൾ വന്നുചേരും. സിവിൽ വ്യവഹാരങ്ങൾ പിന്നെയും നീളുന്നതാണ്. പുതിയ ജോലിക്കായി കാത്തിരിപ്പ് അനിവാര്യമാകും. തീർത്ഥാടന യോഗമുണ്ട്. വയോജനങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. ആദിത്യൻ 10, 11 ഭാവങ്ങളിലും വ്യാഴം 11ലും സഞ്ചരിക്കുന്നത് തൊഴിൽപരമായ വളർച്ചയും നേട്ടങ്ങളും ഉണ്ടാകുന്നതിൻ്റെ സൂചനയാണ്. അതിനാൽ തന്നെ സാമ്പത്തികമായ കാര്യങ്ങളിൽ വളരെയധികം നിങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടും. ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് രമ്യമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യുവാൻ സാധിക്കും. കരാർ പണികൾ നീട്ടിക്കിട്ടുന്നതാണ്. പഠന കാര്യങ്ങളിൽ തുടർച്ച വന്നതും. രാഹു, ശനി എന്നീ ഗ്രഹങ്ങൾ 7ൽ സഞ്ചരിക്കുന്നത് പ്രണയം, ദാമ്പത്യം എന്നിവയെ സാരമായി ബാധിക്കാം. നവദമ്പതികൾക്കിടയിൽ കലഹമുണ്ടാകും. ചൊവ്വയും കേതുവും ജന്മരാശിയിൽ സഞ്ചരിക്കുകയാൽ ആരോഗ്യ പ്രശ്നങ്ങൾ, വൈകാരിക പിരിമുറുക്കങ്ങൾ എന്നിവ വന്നുചേരാം. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. ഗ്രഹങ്ങൾ രണ്ടു ചേരികളിലായി തിരിഞ്ഞതുപോലെ തോന്നും. ആദിത്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം എന്നിവ ഗുണഫലങ്ങൾ സമ്മാനിക്കും. തൊഴിൽ വരുമാനം മുതലായവ മെച്ചപ്പെടുന്നതാണ്. ജോലി തേടുന്ന ആളുകൾക്ക് വരുമാന മാർഗം തരപ്പെടുന്നതാണ്. ഔദ്യോഗികമായി സ്വതന്ത്ര ചുമതല ലഭിക്കുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് വേതനം ഉയരുന്നതാണ്. വിപണന തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഉപഭോക്താക്കളെ സ്വാധീനിക്കുവാൻ വ്യാപാരികൾക്ക് കഴിയും. വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യങ്ങൾക്ക് മുടക്കം വന്നിട്ടില്ല. വിദേശ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കഴിയുന്നതാണ്. ചൊവ്വയും കേതുവും ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സമ്മാനിക്കും. വൈദ്യസഹായം വേണ്ടി വന്നേക്കാം. 8ലും 7ലും സഞ്ചരിക്കുന്ന ശനിയും രാഹുവും പലതരം തടസ്സങ്ങൾ സമ്മാനിക്കുന്നതാണ്. പ്രണയഭംഗം, ദാമ്പത്യ ജീവിതത്തിൽ സ്വൈര്യക്കേടുകൾ ഇവ ഭവിക്കാം. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. നക്ഷത്രനാഥനായ ആദിത്യന് ശുഭഗ്രഹങ്ങളായ ബുധൻ, വ്യാഴം എന്നിവയുടെ യോഗം വരുന്നത് ഗുണകരമാണ്. മനസാക്ഷിയുള്ളവരുടെ സഹകരണം കൈവരും. തൊഴിലിടത്തിൽ ആശ്വാസം ഭവിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹകരണം എല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചെയ്യുന്ന തൊഴിലിൽ ചിങ്ങരാശിക്കാർക്ക് നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ പദവി ഉയരുന്നതാണ്. വ്യാപാരം നല്ല രീതിയിൽ പുഷ്ടിപ്പെടും. കന്നി രാശിക്കാരായ ആളുകൾക്ക് ഈ ഒരു കാര്യത്തിൽ പൂർണ്ണമായ വിജയം നേടുവാൻ സാധിക്കില്ല. ജന്മരാശിയിലെ കേതുവും ചൊവ്വയും ചിങ്ങരാശിക്കാരെ അസ്വസ്ഥരാക്കും. രോഗങ്ങൾ വരുവാൻ, അതുമല്ലെങ്കിൽ മൂർച്ഛിക്കുവാൻ ഇടയുണ്ട്. ഈ കാര്യത്തിൽ നല്ല കരുതൽ വേണം. പ്രണയിക്കുന്ന ആളുകൾക്ക് ഇടയിൽ കലഹിക്കുവാൻ ഇടയുണ്ട്. കന്നി രാശിക്കാരുടെ ദാമ്പത്യത്തിലും സ്വൈര്യമുണ്ടാകില്ല. രാഹു അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കന്നി രാശിക്കാർക്ക് ശത്രുബാധ, കടക്കെണി എന്നിവയിൽ ആശ്വസിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. തൊഴിൽപരമായി മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സാധാരണ പോലെയാകും കാര്യങ്ങളെല്ലാം. വ്യാപാര രംഗത്ത് വലിയ ഉന്മേഷം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സീസണൽ ബിസിനസ്സുകാർക്ക് നേട്ടമുണ്ടാകും. ശുക്രൻ്റെ അഷ്ടമഭാവത്തിലെ സഞ്ചാരം ഭൗതികമായ സുഖങ്ങൾക്ക് കാരണമാകും. സുഹൃത്ത് ബന്ധം ദൃഢമാകുന്ന കാലമാണ്.
പരീക്ഷാ ഫലം ഒട്ടാകെ പ്രതീക്ഷിച്ചതിലുമുപരി തന്നെയാകും വന്നു ചേരുക. ആറാം ഭാവത്തിലെ രാഹു രോഗചികിത്സ ഫലപ്രദമാക്കും. കടബാധ്യത ഒരു പരിധിവരെ കുറയുന്നതാണ്. കേതുവും ചൊവ്വയും 12-ൽ ഒരുമിക്കുന്നത് ചിലവുകൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഇഷ്ടമില്ലാത്ത സഞ്ചാരം വേണ്ടിവരാം. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ തൊഴിലിടത്തിൽ സമാധാനമുണ്ടാകും. സാമാന്യമായ പുരോഗതി ദൃശ്യമാകുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. തുലാ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥിതിയിൽ കാര്യനിർവഹണം സുഗമമാകുന്നതാണ്. ആദ്യത്തിന് അനുകൂലമല്ലാത്ത സ്ഥിതി വരികയാൽ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലൈസൻസ്, അനുമതി രേഖകൾ എന്നിവ വൈകുവാൻ ഇടയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ അനിഷ്ടം വരാം. ചൊവ്വയും കേതുവും 11-ൽ വരുന്നത് നിഗൂഢമായ ധനപ്രാപ്തി, ഭൂമിയിൽ നിന്നും ആദായം എന്നിവയ്ക്ക് കാരണമാകും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട കാലമാണ്. സഹോദരാനുകൂല്യം ഭവിക്കാം. കന്നി രാശിക്കാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയൊട്ടാകെ ഗുണകരമാകുന്നതാണ്. സഹപ്രവർത്തകരുടെ സഹകരണം പ്രതീക്ഷിക്കാം. ഭോഗാനുഭവങ്ങൾ, പാരിതോഷിക ലബ്ധി, നവസംരംഭങ്ങളിൽ വിജയം എന്നിവ ഭവിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. ആദിത്യൻ അനിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ തൊഴിലിടത്തിൽ അലോസരം, ഈർഷ്യയും ഉണ്ടാകും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ഓഫീസിൽ തന്നെ വിരോധികൾ വരാനിടയുണ്ട്. പല കാര്യങ്ങളും സ്വന്തം അറിവ് കൂടാതെയാകും ഒപ്പമുള്ള ആളുകൾ ചെയ്യുക. ജൂൺ 14-ന് ശേഷം തൽസ്ഥിതിയിൽ മാറ്റം ഭവിക്കുന്നതാണ്. കുടുംബകാര്യങ്ങൾക്ക് നേരം കണ്ടെത്തും. മക്കളുടെ അതുമല്ലെങ്കിൽ പേരക്കുട്ടികളുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. 5-ലെ രാഹു ചില കാര്യങ്ങൾക്ക് അവ്യക്തത വരുത്താം. ശനിയുടെ സുസ്ഥിതിയാൽ നേട്ടങ്ങൾ അനുഭവിക്കുവാനും കഴിയുന്നതാണ്. കടബാധ്യത കുറയ്ക്കുവാൻ കഴിയും. 11-ാം ഇടത്തിലെ കേതു ചൊവ്വ സംഗമം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. തീവ്രമായി ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പോലും സഫലമാകുവാൻ ഇടയുള്ള മാസമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. തുലാം രാശിക്കാർക്ക് പറഞ്ഞു വച്ചിരിക്കുന്ന അവസരങ്ങൾ ലഭിക്കാം. ഉപരിവിദ്യാഭ്യാസത്തിന് അവസരങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ ഭവിക്കുന്നതാണ്. 5-ാം ഭാവത്തിലെ രാഹു ആശയക്കുഴപ്പങ്ങൾ സമ്മാനിക്കും. ഭൂമി വ്യാപാരം ലാഭകരമാകുന്ന മാസമാണ്. വൃശ്ചിക രാശിക്കാർ കബളിപ്പിക്കലിന് വിധേയരാകാം. വാഗ്ദാനങ്ങൾ ജലരേഖകളാകും. സുഹൃത്ത് ബന്ധങ്ങളെ പൂർണ്ണമായി നിങ്ങൾ ഈ മാസം വിശ്വസിക്കരുത്. തൊഴിൽ മാറുവാൻ ഇപ്പോൾ ഗൃഹാനുകൂല്യം അനുകൂലമല്ലെന്ന കാര്യം ഓർമ്മയിൽ വേണം. വിശാഖം നാളുകാർ നിലവിലെ തൊഴിലിൽ കഴിയുന്നിടത്തോളം തുടരുവാൻ ശ്രമിക്കേണ്ടതാണ്. കുടുംബജീവിതത്തിൽ സാമാന്യമായ സംതൃപ്തി പ്രതീക്ഷിച്ചാൽ മാത്രം മതി. രോഗി പരിചരണം, ജീവകാരുണ്യം തുടങ്ങിയവയ്ക്ക് സമയം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. പ്രത്യക്ഷത്തിൽ ഗ്രഹങ്ങളൊന്നും അനുകൂലമല്ലാത്ത നിലയാണ്. അതിനാൽ തന്നെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവരവരുടെ ജാതകം അനുസരിച്ചും ദശാപഹാര സ്ഥിതികൾ അനുസരിച്ചുമുള്ള ഫലമാകും നിങ്ങൾക്കിപ്പോൾ വന്നു ചേരുക. ഓഫീസിൽ അധ്വാനം കൂടുന്നതാണ്. പുതിയ ദൗത്യങ്ങൾ നിറവേറ്റുക എന്ന കാര്യം വളരെയധികം ശ്രമകരമാകും. ബിസിനസ് യാത്രകളിൽ ചെറു നേട്ടങ്ങൾ ഉണ്ടാകും. കമ്മീഷൻ വ്യാപാരത്തിൽ ആദായമുണ്ടാകുന്ന കാലമാണ്. പണയ വസ്തുക്കൾ മേൽ പണയം വെച്ച് ചില അത്യാവശ്യങ്ങൾ നടത്തിയെടുക്കുവാൻ സാധിക്കും. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരം ഭവിക്കുന്നതാണ്. മകൻ്റെ പഠന ആവശ്യങ്ങൾക്കുള്ള അപേക്ഷ ബാങ്കിൽ പരിഗണിക്കപ്പെടാം. വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ എളുപ്പം കിട്ടിയേക്കില്ല. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് പ്രതീക്ഷിച്ച സ്ഥലം മാറ്റം വൈകുന്നതാണ്. തന്മൂലം ഭാര്യയും ഭർത്താവും രണ്ടു ദിക്കിൽ ജോലി ചെയ്യേണ്ട സ്ഥിതി തുടരുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ തർക്കങ്ങൾ വന്നുചേരാം.
നാലും അഞ്ചും ഭാവങ്ങളിൽ രാഹുവും ശനിയും സഞ്ചരിക്കുകയാൽ മനസ്സ് ചഞ്ചലമാകും. ആലോചനകൾ തീരുമാനമായി രൂപപ്പെടുകയില്ല. അഭക്തമായ തീർപ്പുകൾ കൈക്കൊള്ളേണ്ടി വരും. അതും സാധ്യതയാണ്. സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വെക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പഴയ കടങ്ങൾ സ്വൈര്യക്കേടുണ്ടാക്കും. രാഷ്ട്രീയ പ്രവർത്തകർക്ക് ജനപിന്തുണ കുറയുന്ന കാലമാണ്. നവസംരംഭങ്ങളുടെ കാര്യത്തിൽ ക്ഷമ ആവശ്യമായി വന്നു ചേരും. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ജീവിതം സുസ്ഥിതിയിലേക്ക് നീങ്ങുന്ന കാലമാണ്. സാഹചര്യങ്ങൾ സാമാന്യം അനുകൂലതയിലെത്തും. ചെയ്തു പോരുന്ന തൊഴിലിൽ തുടരുവാൻ തീരുമാനിക്കുന്നതാണ്. ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് നിങ്ങളുടെ അർഹതയ്ക്കനുസരിച്ചുള്ള നിയമനം ഭവിക്കും. ദൂരദിക്കിലായിരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് മാറ്റമുണ്ടാകുന്നതാണ്. നവസംരംഭങ്ങൾക്ക് ലൈസൻസ് ലഭിക്കും. മക്കളുടെ ഭാവിക്കാര്യം സംബന്ധിച്ച ഉത്കണ്ഠകൾക്കെല്ലാം പരിഹാരം പ്രതീക്ഷിക്കാം. രാഹുവിൻ്റെ 3-ാം ഭാവത്തിലെ ഇഷ്ടസ്ഥിതി 4-ാം ഭാവത്തിലെ കണ്ടകശനി ദോഷത്തെ തടയുവാൻ പര്യാപ്തമാണ്. ഗൃഹനിർമ്മാണത്തിനാവശ്യമായ ധനം സ്വരൂപിക്കുവാൻ കഴിയും. 9-ലെ കുജ-കേതു സംഗമം പിതാവിന് ക്ലേശങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. ന്യായമായ ആഗ്രഹങ്ങളെല്ലാം ഈ മാസം നിറവേറ്റപ്പെടും. കർമ്മരംഗത്തെ ബാധിച്ചിരുന്ന ഉദാസീനത നീങ്ങുന്നതാണ്. അടഞ്ഞ വരുമാന മാർഗങ്ങളെല്ലാം തുറന്നു കിട്ടും. നവസംരംഭങ്ങളുടെ ആസൂത്രണം പുരോഗമിക്കുന്നതാണ്. പുതിയ സാങ്കേതിക മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സാധ്യമാകും. കുടുംബ പ്രശ്നങ്ങൾ എല്ലാവരുമായി കൂടിയാലോചന നടത്തി പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതാണ്. ഭാഗികമായി എല്ലാ രീതിയിലും നിങ്ങൾക്ക് മോചനം ലഭിക്കും. എന്നാൽ അധിക സാമ്പത്തിക ബാധ്യത വരുത്തി വയ്ക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതും ഗുണകരമാകും. പഴയ വീട് പുതുക്കുവാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ്. സഹോദരർ അതുമല്ലെങ്കിൽ മാതാവ് എന്നിവർക്ക് സുഖം കുറഞ്ഞ കാലമാണ്. മക്കളുടെ ഭാവി സംബന്ധിച്ച കാര്യങ്ങളിൽ ശുഭഫലങ്ങൾ വന്നു ചേരും. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപനായ ആദിത്യന് ബുധവ്യാഴ യോഗം വരുന്നതിനാൽ മാനസിക നിലവാരം ഉയരുവാനും നിങ്ങളുടെ ജീവിതാവസ്ഥകൾ മെച്ചപ്പെടുവാനും ഇടയുണ്ട്. ബോധത്തോടെ കാര്യനിർവഹണത്തിൽ മുഴുകുവാനാകും. തൊഴിലിടത്തിൽ സമാധാനം പ്രതീക്ഷിക്കാം. ധനുരാശിക്കാർക്ക് മാസാദ്യ പകുതിയും മകരരാശിക്കാർക്ക് 2-ാം പകുതിയും ഗുണകരമാണ്. ഊഹക്കച്ചവടത്തിൽ മെച്ചം ഭവിക്കുന്നതാണ്. വൃദ്ധജനങ്ങളുടെ പരിചരണത്തിന് സമയം കണ്ടെത്തുവാൻ കഴിയും. ബന്ധുകലഹത്തിൽ ഇടപെടുന്നത് നിങ്ങൾക്ക് ചീത്ത പേര് സമ്മാനിക്കാം. പാപഗ്രഹങ്ങൾക്ക് സ്വാധീനം കൂടുന്ന കാലമാകയാൽ സർവ്വകാര്യങ്ങളിലും കരുതൽ വേണം. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് നാട്ടിലെത്തുവാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമാണ്. നിങ്ങളുടെ കലാപ്രവർത്തനം അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ഗ്രഹനിലയുടെ ദുർഘടത്വം സൂചിപ്പിക്കുന്നതിനേക്കാൾ നല്ല ഫലം ജീവിതത്തിൽ കൊണ്ടുവന്നേക്കാം. ശനിയുടെയും ശുക്രൻ്റെയും അനുകൂലത പല കാര്യങ്ങളും ഉള്ളം കയ്യിലെത്തിക്കുവാൻ പര്യാപ്തമാണ്. തടസ്സങ്ങളെല്ലാം അകറ്റപ്പെടും. വാക്സ്ഥാനത്തെ രാഹുസ്ഥിതി മനഃപൂർവ്വമല്ലെങ്കിൽ കൂടി കളവ് പറയിപ്പിക്കുന്നതാണ്. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ആദിത്യൻ കൂടുതൽ അനുകൂലതയിലാണ്. വ്യാഴം 6-ാം ഭാവത്തിലാകുകയാൽ സമൂഹം അംഗീകരിക്കുന്നവർ ശത്രുവാകുവാൻ ഇടയുണ്ട്. ബുധസഞ്ചാരം തെളിഞ്ഞും മറഞ്ഞുമാണ്. ഉപരിപഠനത്തിൽ വ്യക്തത ഉണ്ടാക്കില്ല. മാസാദ്യം 7-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ 8-ലേക്ക് മാറി ശിഖയുമായി ചേരുന്നത് ശുഭഫലങ്ങൾ സമ്മാനിക്കില്ല. ആരോഗ്യകാര്യത്തിൽ ജാഗ്രത അനിവാര്യമായി വേണ്ടിവരും. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. നക്ഷത്രാധിപൻ ചൊവ്വ ആദ്യ ആഴ്ച കഴിയുമ്പോൾ നീചക്ഷേത്രത്തിൽ നിന്നും മാറുന്നത് ആശ്വാസമാണ്. എന്നാൽ കേതുവുമായി യോഗം ചേരുകയാൽ ദുർജനങ്ങളുമായി കൂട്ടുകെട്ടുണ്ടാകും. ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. വാഹനം കൈകാര്യം ചെയ്യുന്നതിലും ജാഗ്രത ആവശ്യമാണ്. വ്യാപാരികൾ ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന തന്ത്രം ആവിഷ്കരിക്കും. അധിക വായ്പ ബിസിനസ്സിൽ സ്വീകരിക്കുന്നത് ആസന്ന ഭാവിയിൽ ദോഷമുണ്ടാക്കും. കുടുംബ ഭദ്രതയ്ക്കായി ചിലതൊക്കെ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. മകന് പരീക്ഷാ വിജയത്തിനായുള്ള ഉപഹാരം എന്ന നിലയിൽ വാഹനം വാങ്ങി നൽകും.
കൂട്ടുത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്ന സഹപ്രവർത്തകരോട് പിണങ്ങേണ്ടി വരും. ആഡംബര ചെലവുകളെല്ലാം നിയന്ത്രിക്കേണ്ട കാലമാണ്. പാരമ്പര്യ വസ്തു വിൽക്കുവാൻ ശ്രമം തുടരുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ജന്മരാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ ചില പ്രശ്നങ്ങൾ സങ്കീർണമാക്കും. രണ്ടാം ഇടത്തിലെ ശനി മനഃപൂർവമായിട്ടോ അല്ലാതെയോ കള്ളം പറയിപ്പിക്കുന്നതാണ്. ധനപരമായി വളരെയധികം കൃത്യത ഉണ്ടാകേണ്ട മാസമാണ്. ഏഴാം ഭാവത്തിലായി ജൂൺ രണ്ടാം ആഴ്ച മുതൽ ചൊവ്വയും കേതുവും ഇണങ്ങുന്നത് പ്രണയത്തിൽ ഭിന്ന സ്വരങ്ങൾ ഉയർത്തും. ശാഠ്യവും പിടിവാശിയും കുടുംബജീവിതത്തിൽ സ്വൈര്യക്കേട് സമ്മാനിക്കുന്നതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിൽ നിന്നും പിൻവാങ്ങും. നിങ്ങളുടെ ശത്രുക്കളുടെ ഉപാജപങ്ങൾ വലിക്കുന്നതാണ്. അഞ്ചാം ഭാവത്തിലെ വ്യാഴ സഞ്ചാരം ദുരിതങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതാണ്. ആഗ്രഹിച്ച വിഷയങ്ങൾ പഠിക്കുവാനുള്ള അവസരം വന്നുചേരും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് പാരമ്പര്യ ചികിത്സാ മാറ്റം വഴി വളരെയധികം ആരോഗ്യത്തിൽ പുഷ്ടിപ്പുണ്ടാകും. ധ്യാനം, യോഗ മുതലായവ ശീലിക്കുന്നതും ഗുണകരമാകും. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ദേഹാലസ്യമുണ്ടാകും. സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കില്ല. ഏകാഗ്രത ശിഥിലമാകുവാൻ ഇടയുണ്ട്. യാഥാർത്ഥ്യ ബോധം കുറയുന്ന കാലമാണ്. ചിലപ്പോൾ കഠിനമായ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. പകുതിയിൽ ഉപേക്ഷിക്കുവാനും സാധ്യതയുണ്ട്. ജോലിയിൽ അസംതൃപ്തി ഉണ്ടാകുന്ന കാലമാണ്. കഴിവതും ജോലി ഉപേക്ഷിക്കരുത്. വരുമാന മാർഗത്തിൽ കുറവ് ഉണ്ടാകും. ബന്ധങ്ങളുടെ ദാർഢ്യത്തിൽ ഉണ്ടാകുന്ന കാലമാണ്. വ്യാഴത്തിൻ്റെ സൽഭാവസ്ഥിതി ജീവിതത്തെ സന്തുലിതമാക്കും. മക്കളുടെ ശ്രേയസ് ആശ്വാസമേകുന്നതാണ്. ഉപാസനകൾ ഒരു രീതിയിലും തടസ്സപ്പെടില്ല. വിവാഹാലോചനകൾ ശുഭ തീരുമാനത്തിലെത്തുവാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. ശനി ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിലാണ്. രാഹു 12-ൽ സഞ്ചരിക്കുന്നു. ഈ ഗ്രഹസ്ഥിതി രണ്ടും അനുകൂലമല്ല. അനാവശ്യമായ യാത്രകൾ, ദുർവ്യയം, പതനഭയം എന്നിവയ്ക്ക് രാഹു കാരണമാകും. ദേഹ മനോക്ലേശങ്ങൾ, ആലസ്യം, നേട്ടങ്ങൾ ഇല്ലാതാകുക തുടങ്ങിയവ ശനി മൂലം ഭവിക്കാം. 3-ലെ ആദിത്യ സഞ്ചാരം മാസാദ്യം ഉദ്യോഗസ്ഥർക്ക് ഗുണകരമാകും. മേലധികാരികൾ നിലപാടുകളെ അംഗീകരിക്കും. 6-ാം ഭാവത്തിലെ കേതുവും ചൊവ്വയും പല തടസ്സങ്ങളെയും മറികടക്കുന്നതിന് കരുത്തു പകരുന്നതാണ്. സംഘടനകളിൽ സ്വാധീനം ഉറപ്പിക്കുവാൻ കഴിയുന്നതാണ്. നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കും. വിൽക്കാതെ കിടക്കുന്ന ഭൂമി വിൽക്കുവാൻ സാധിക്കുന്നതാണ്. വ്യവഹാരത്തിൽ വിജയം വന്നുചേരും. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഭാഗികമായി വിജയം കാണും. കർമ്മരംഗത്ത് സമാധാനം പ്രതീക്ഷിക്കാം. പ്രൊജക്റ്റുകളുടെ നടത്തിപ്പിൽ വിജയമുണ്ടാകുന്ന കാലമാണ്. പൊതുപ്രവർത്തകർ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകും. കൂടുതൽ ആദായം ലഭിക്കുന്ന നിക്ഷേപങ്ങൾക്ക് മുതിരുന്നതിന് മുന്നേ അവയുടെ വിശ്വസ്തത ഉറപ്പുവരുത്തണം. ജന്മത്തിലെ ശനിയും 12-ലെ രാഹുവും പ്രവർത്തനങ്ങളിൽ ഇടയ്ക്കിടെ തടസ്സങ്ങൾ ഉണ്ടാക്കുവാൻ പര്യാപ്തമാണ്. ആരോഗ്യപരമായി ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അധികരിക്കുവാൻ സാധ്യതയുള്ളതിനാൽ നിയന്ത്രണം വേണ്ടതാണ്. ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിൽ തടസ്സങ്ങൾ വന്നുചേരും. ചൊവ്വയും കേതുവും 6-ാം ഇടത്തിൽ യോഗം ചെയ്യുന്നത് പല നിലയ്ക്കും ഗുണകരമാണ്. വ്യവഹാര വിജയവും ഭൂമി ലാഭവും ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് എന്നിവയിൽ അപ്രതീക്ഷിത ധനലാഭവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്തിൽ വന്നു ചേരട്ടെ.